السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير، الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. صدق الله العظيم. قال النبي صلى الله عليه وسلم: أكثروا ذكر هذه اللذات. صدق رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا محمد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ആഖിറത്തിൽ ഉപകാരം കിട്ടുന്ന അമലായി ഖബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു തആല പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. മരണവും മരണാനന്തരവും എന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവരുടെ സുദീർഘമായ പ്രഭാഷണം നടത്തി തരും. എല്ലാവരും ആകാംക്ഷയോടെ അത് തന്നെയാണ് കാത്തിരിക്കുന്നത് എന്നുള്ള ഓർമ്മ എനിക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു: അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു മരണവും ജീവിതവും അഥവാ മരണാനന്തര ജീവിതവും നമുക്ക് നൽകിയത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, സ്വാലിഹായ അമലുകൾ ചെയ്യുന്നത് ആരാണ് എന്ന് നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതവും മരണവും നമുക്ക് നൽകിയത്. വിശുദ്ധ ഖുർആനിൽ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നുള്ള ആയത്ത് 3 പ്രാവശ്യമാണ് അവതരിപ്പിച്ചത്. എല്ലാ ശരീരവും മരണത്തിന്റെ രുചി അനുഭവിക്കേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: അക്സിറു ദിക്റ ഹാദിമിൽ ലദാത്ത്, സർവ്വ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ അധികരിപ്പിക്കുക എന്ന്. ഉദാഹരണത്തിന്, ഒരാള് മരണാസന്നനായി കിടക്കുന്നു, അയാളുടെ അടുക്കൽ നല്ല നമ്പർ 1 ബിരിയാണി കൊണ്ടുവന്ന് വെച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും അയാളുടെ പ്രതികരണം? ഒന്ന് ആലോചിച്ചു നോക്കുക. ഒരിക്കലും അയാൾ കഴിക്കാൻ മുതിരൂല. മറിച്ച് അയാള് ചിന്തിക്കുന്നത് എന്റെ മരണമാണ് അടുത്തിരിക്കുന്നത്. അയാൾക്ക് ആ ബിരിയാണിന്റെ ടേസ്റ്റ് അനുഭവപ്പെടൂല, രസമുണ്ടാകൂല. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരാളുടെ മരണമാസന്നമായ ഒരാളുടെ അടുക്കൽ വെച്ച് കുറച്ച് സംഖ്യ കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് അയാളോട് പറയുകയാണ്: നിങ്ങൾ ഇത് കൊണ്ടുപോയി ചെലവഴിച്ച് നല്ല ഒരു ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലാറ്റോ കാര്യങ്ങളോ സൂപ്പർ മാർക്കറ്റോ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞാൽ അയാൾ അത് കേൾക്കാൻ തയ്യാറാകുമോ? ഒരിക്കലുമില്ല. മറിച്ച് അയാൾ ചിന്തിക്കുന്നത് എന്റെ മരണമാണ് അടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. അപ്പോ മരണത്തെ ഓർക്കുന്നത് അധികരിപ്പിക്കുമ്പോൾ എല്ലാ രസങ്ങളും മുറിഞ്ഞു പോകും, ഒരു രസവും നമുക്ക് അനുഭവപ്പെടൂല. പലരും ചോദിക്കും, തെറ്റ് ചെയ്യാൻ, തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുന്നില്ല, എന്താണ് മാർഗം, പ്രതിവിധി എന്താണ് എന്ന്.
അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ, മരണത്തെ ഓർക്കുക. ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, ഈ സമയത്ത് ഞാൻ മരിച്ചു പോയാൽ എന്താവും എൻ്റെ അവസ്ഥ? എൻ്റെ ഖബർ ജീവിതമാണെങ്കിൽ ഞാൻ ഖബറിലേക്ക് കിടക്കാൻ പോവുകയാണ്, ഈ തെറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഖബറിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ തെറ്റിൽ നിന്ന് പിന്മാറാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ, സംശുദ്ധമായ ജീവിതം നയിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മരണത്തിന്റെ ഗാംഭീര്യത മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ സംഭവം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നൽ മയ്യിത യുനാദ ഇദാ ഉളിഅ അലൽ മുഗ്തസൽ. ഒരു മയ്യിത്തിനെ കുളിപ്പിക്കുന്ന കട്ടിലിലേക്ക് കൊണ്ടുപോയി കിടത്തിയാൽ വിളിച്ചു പറയപ്പെടും, ഐന ലിസാനുകൽ ഫസീഹ്. ഓ മനുഷ്യ, എത്ര വാക്ചാതുര്യത്തോടെയാണ് നീ സംസാരിച്ചിരുന്നത്? നിന്റെ ആ വാക്ചാതുര്യമുള്ള സംസാരങ്ങളൊക്കെ എവിടെ പോയി? നിന്റെ നാവിന്റെ ആ സ്ഫുടത എവിടെ പോയി? മാ അസ്കനഹോ, അതിനെ അടക്കിയ വസ്തു എന്താണ് മനുഷ്യ? ഐന സൗതുക സജീഅ മാ അഖ്റസക. നിന്റെ ആ ഗാംഭീര്യമുള്ള ശബ്ദമുണ്ടല്ലോ, നല്ല രസകരമായ സൗണ്ട് അല്ലേ നിനക്കുണ്ടായിരുന്നത്, എവിടെ പോയി ആ ശബ്ദം? മാ അഖ്റസക, നിന്നെ പൊട്ടനാക്കിയ വസ്തു എന്താണ് മനുഷ്യ? ഐന റീഹുകൽ അത്വർ മാ അന്തനക. അതേ നല്ല സൗന്ദര്യവദനമായ സൗന്ദര്യത്തോടുകൂടി നീ നടക്കുന്നു, നല്ല സുഗന്ധപൂരിതമായ നല്ല അത്തർ പൂശിക്കൊണ്ട് നീ നടക്കുകയാണ്, ആളുകളുടെ മുന്നിൽ നല്ല ആവേശത്തോടുകൂടി നല്ല ഉന്മേഷത്തോടുകൂടി നടക്കുന്നു. അതേ സമയത്ത് ആ മണം ഇപ്പോൾ എവിടെ പോയി? നിന്നെ നാറിയ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യ? ഐന ഹറകാതുക മാ അസ്കനക. നിന്റെ ചലനങ്ങളൊക്കെ എവിടെ പോയി മനുഷ്യ? ദുനിയാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ നിനക്ക് നല്ല ആവേശമായിരുന്നില്ലേ? നല്ല ആവേശത്തോടെയും ഉന്മേഷത്തോടെയും ഓടിയും ചാടിയും നടക്കാൻ നിനക്ക് കഴിയുമായിരുന്നല്ലോ. എവിടെ പോയി നിന്റെ ചലനങ്ങളൊക്കെ? മാ അസ്കനക, നിന്റെ ആ ചലനത്തെ നിശ്ചലമാക്കിയ വസ്തു എന്താണ് മനുഷ്യ? ഐന അംവാലുകൽ കസീറ മാ അഫ്ഖറക. നിന്റെ സമ്പത്ത് ഒരുപാട് നീ ഒരുമിച്ച് കൂട്ടിയ മനുഷ്യനല്ലേ? എത്ര സമ്പത്തുകളാണ് നീ ഒരുമിച്ച് കൂട്ടാൻ ശ്രമിച്ചത്? ഒരുപാട് ഫ്ലാറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും ഒരുപാട് സമ്പാദ്യങ്ങളും ഉണ്ടാക്കി കെട്ടിവെച്ചു. അതേപോലെ ബാങ്കിലൂടെ ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടാക്കി പണം സമ്പാദിക്കാൻ നീ ശ്രമിച്ചുവല്ലോ. എവിടെ പോയി? നിന്റെ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. അൽ വൈലു ലക ഇൻ കുന്ത ആസിയാ. അതേ, നീ തെറ്റ് ചെയ്യുന്ന മനുഷ്യനാണോ? നിനക്ക് നാശമാണ് വരാൻ പോകുന്നത്, ഒരിക്കലും നിനക്ക് വിജയിക്കാൻ കഴിയില്ല. വൽ ബുശ്റാ ലക ഇൻ കുന്ത ത്വാഇആ. അതേ സമയത്ത് നീ അല്ലാഹുവിനെ വഴിപ്പെടുന്നവനാണോ, അല്ലാഹുവിനെ അനുസരിക്കുന്നവനാണോ, നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് സന്തോഷ വാർത്തയാണ്, നിനക്ക് സ്വർഗമാണ് കിട്ടാൻ പോകുന്നത്. തീർന്നില്ല. വതുനാദിഹിൽ മലായികതു യസ്തഫൂ ലിസ്സലാത്തി അലൈഹി. ആ മനുഷ്യനെ മയ്യിത്ത് കുളിപ്പിക്കുന്ന കട്ടിലിൽ നിന്ന് നിസ്കാരത്തിലേക്ക് കൊണ്ടുപോയി സഫായി നിൽക്കുന്ന സമയത്ത് മലായികത്ത് വിളിച്ചു പറയുന്നു, യബ്ന ആദം യാ സീറൽ ഗഫ്ല യാ കസീറൽ ഇല്ല. ഓ മനുഷ്യ, ആദമിന്റെ സന്തതിയെ, അശ്രദ്ധ പൂണ്ടുപിടുത്ത മനുഷ്യ, ന്യൂനതകൾ കൂടുതലുള്ള മനുഷ്യ, ബിഇസമാ സ്വനഅത. നീ ചെയ്തു കൂട്ടിയത് മുഴുവനും മോശമായ കാര്യമാണ്. ഇസ്തഗൽത ബിദ്ദുനിയാ വഗഫൽത അനിൽ ഉഖബാ. ദുനിയാവിലായി നീ മുഴുവനും സമയം ചെലവഴിച്ചു പോയി. നിന്റെ മുഴു സമയങ്ങളും ദുനിയാവിന് വേണ്ടിയാണ് നീ ചെലവഴിച്ചത്. വഗഫൽത അനിൽ ഉഖബാ. ആഖിറത്തിനെ കുറിച്ച് നിനക്ക് തീരെ ചിന്ത വന്നിട്ടില്ല. മരണമുണ്ട് എന്നുള്ള ഓർമ്മ നിനക്ക് വന്നിട്ടില്ല. മരണാനന്തരവും ഒരു ജീവിതമുണ്ട് എന്നുള്ള ചിന്ത നിനക്ക് വന്നിട്ടില്ല. വഅസൈതൽ മൗലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ ധിക്കരിച്ചുകൊണ്ട് തെറ്റ് ചെയ്തല്ലോ. വത്തബഅതൽ ഹവാ. നിന്റെ
തടീച്ചക്ക് നീ അനുസരിക്കുകയല്ലേ ചെയ്തത്. നിന്റെ ശരീരം എന്താണോ കൽപ്പിക്കുന്നത് അതിനെയല്ലേ നീ പിൻപറ്റിയത്, അതിനെയല്ലേ നീ അനുസരിച്ചത്. നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല മോനെ. തീർന്നിട്ടില്ല, ഇനിയും മലായികത്ത് വിളിച്ചു പറയുന്നു, ഇദാ വുളിഅ ഫിൽ ഖബ്രി, അവസാനം നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു ഖബറിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ മലായികത്ത് വിളിച്ചു പറയും, യാ അബ്ദു അൻത തറക്ത ദുനിയാ അമി ദുനിയാ തറക്കതുക. ഓ മനുഷ്യ, നീ ദുനിയാവിനെ ഒഴിവാക്കി വന്നതാണോ? ദുനിയാവ് വേണ്ട എന്ന് വെച്ചുകൊണ്ട് നീ ദുനിയാവിനെ മാറ്റി നിർത്തി വന്നതാണോ? അമി ദുനിയാ തറക്കതുക, അഥവാ ദുനിയാവ് നിന്നെ ഒഴിവാക്കിയതാണോ? നിന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവ് നിന്നെ ആട്ടി ഓടിച്ചതാണോ? അന്ത ജമാഅത ദുനിയാ അമി ദുനിയാ ജമാഅതുക, നീ ദുനിയാവിനെ ഒരുമിച്ച് കൂട്ടിയതാണോ അഥവാ ദുനിയാവ് നിന്നെ ഒരുമിച്ച് കൂട്ടിയതാണോ? അന്തസ്തഅദത ലിൽ മനിയ അമിൽ മനിയതു ഗാഫസതുക, അതേ നീ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായിട്ടുണ്ടോ? മരണമുണ്ട്, ആ മരണത്തിലേക്ക് റെഡിയാവേണ്ടതുണ്ട്. മരണാനന്തരവും ജീവിതമുണ്ട് എന്നുള്ള ഓർമ്മ നിനക്കുണ്ടായിരുന്നോ? അതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നീ ചെയ്തിരുന്നോ? അമി ദുനിയാ ഗാഫസതുക, അഥവാ ദുനിയാവ് പെട്ടെന്ന് നിന്നെ പിടിച്ചു മറിച്ചതാണോ? അന്തസ്തഅദത ലിൽ മനിയതി അമിൽ മനിയതു ഗാഫസതുക, ഖുലിഖത മിനത് തുറാബ് വഉദിത ലിതുറാബ്, അതേ നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ്. ആ മണ്ണിലേക്ക് തന്നെയാണ് നിന്നെ ഇനി മടക്കപ്പെടുന്നത്. നിന്റെ യാത്രയും മണ്ണിലേക്കാണ്, ഖബറിലേക്കാണ് യാത്ര പോകുന്നത്. അതുകൊണ്ട് ദുനിയാവിൽ എന്തൊക്കെയാണ് നീ ചെയ്തു കൂട്ടിയത്? അള്ളാഹുവിന്റെ പൊരുത്തത്തോടു കൂടി ജീവിച്ചാൽ എന്തായാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതേ സമയത്ത് അള്ളാഹുവിന്റെ പൊരുത്തമില്ലാതെ, ഖബറിന്റെ ചിന്തയില്ലാതെ, മരണത്തിന്റെ ചിന്തയില്ലാതെ നമ്മുടെ ജീവിതം ഇങ്ങനെ തുലഞ്ഞു നടക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ഖബറെന്ന് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോകണമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. ഖബർ എന്ന് കാണുമ്പോൾ വാവിട്ട് കരയണമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. എത്ര ആളുകളാണ് നമ്മുടെ നാട്ടിൽ മരിച്ചു പോകുന്നത്? എത്ര ആളുകളെയാണ് നാം ഖബറടക്കുന്നത്? ഈ ഖബറിലേക്ക് ജനങ്ങളെ, ആ മയ്യത്തിനെ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് പോലും എനിക്കും ഒരു ദിവസം മരിക്കാനുണ്ട്, എന്നെയും ഇതുപോലെ ആളുകൾ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കാനുണ്ട് എന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. ഖബറാളികളുടെ സമീപത്ത് പോലും നാം മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ആ ദുനിയാവിന്റെ സംസാരങ്ങളാണ് സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. ഖബറിന്റെ അടുത്ത് പോലും നമുക്ക് മരണപ്പെടാനുണ്ട്, ഖബറിലേക്ക് കിടക്കാനുണ്ട് എന്നുള്ള ചിന്ത വരുന്നില്ല. എന്താണ് നമ്മുടെ ഖൽബിലേക്ക് വന്ന തകരാറ്? ഒന്ന് ആലോചിക്കണം സഹോദരന്മാരെ. നമ്മുടെ ഖൽബൊന്ന് മാറിക്കിട്ടണം. മരണത്തെക്കുറിച്ച് ധാരാളം ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിൽ കുറച്ച് യുവാക്കളും ചെറുപ്പക്കാരും ആര് മരണപ്പെട്ടു എന്നറിഞ്ഞാലും പെട്ടെന്ന് ഓടിയെത്തും. അത് വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. നല്ല യുവാക്കൾ, ചുറുചുറുക്കുള്ള യുവാക്കളും ചെറുപ്പക്കാരും ഒക്കെയുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. 5 പൈസ വാങ്ങാതെ സ്വന്തം ശരീരം പണയം വെച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് എല്ലാം ചെയ്യുന്നു. വലിയ സന്തോഷമാണ്. അതേപോലെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒരുപാട് ആളുകൾ, വിദേശികളും പ്രവാസികളും ഒക്കെ സഹായിച്ച് പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവരാൻ, പഴയ മയ്യത്ത് കട്ടിൽ മാറ്റിയിട്ട് പുതിയ മയ്യത്ത് കട്ടിൽ കൊണ്ടുവരാനും, അതേപോലെ ഖബർസ്ഥാനിലേക്ക് ഒരു ടെൻറ്റ് എല്ലാം റെഡിയാക്കി എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അതിന് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന തിരുനാമം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്യ പ്രഭാഷണം നടത്തി